വെൽക്കം ടു ഹലോ ഗൈസ്. അപ്പോൾ ഇതൊരു ബർത്ത്ഡേ വ്ളോഗാണ്. നമ്മുടെ വിച്ചൂസിന് 2 വയസ്സാവുകയാണ്. ഓഗസ്റ്റ് 2-നായിരുന്നു ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് കുറേ ദിവസമായി. പെട്ടെന്ന് തന്നെ ഈ വ്ളോഗ് ഇടണം എന്ന് വിചാരിച്ചിരുന്നത്. ഫസ്റ്റ് വ്ളോഗാണ്, വെരി ഫസ്റ്റ് വ്ളോഗാണ്. അതുകൊണ്ട് തന്നെ തെറ്റുകുറ്റങ്ങളൊക്കെ കുറേ ഉണ്ടാവും. എന്തൊക്കെ എടുക്കണം ഏതൊക്കെ എടുക്കണം എന്നൊന്നും മനസ്സിലായിട്ടില്ല. എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊരു വ്ളോഗ്. ഇനി എന്തായാലും കുറേ കൂടെ നന്നാക്കാൻ ശ്രമിക്കാം. അപ്പോൾ എന്തായാലും ആദ്യത്തെ വ്ളോഗ് ആയതുകൊണ്ട് കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിക്കാം. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ വിച്ചൂസിനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ്, നമ്മൾ 2 പേരുടെയും കുളി കഴിഞ്ഞിട്ടാണ് വിച്ചൂസിനെ വിളിച്ചത്. അതുവരെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പാട്ട് വെച്ചിട്ട് സിനിമ പാട്ട് വല്ലതും വെച്ച് കൊടുത്തിട്ട് അവന് ഇഷ്ടപ്പെട്ട പാട്ട് വെച്ച് കൊടുത്തതിനെ പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല, കരച്ചിലൊന്നുമില്ല. പിന്നെ ഒന്ന് കുളിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ആശാൻ കരയാൻ തുടങ്ങി. പിന്നെ ഡ്രസ്സ് ഇടുന്നതാണെങ്കിൽ ഇപ്പം തീരെ ഇഷ്ടമില്ല. ഭയങ്കര വാശിയായിരുന്നു രാവിലെ തന്നെ ഡ്രസ്സ് ഇടിപ്പിക്കാനായിട്ട്. എങ്ങനെയൊക്കെയോ ഡ്രസ്സ് ഇടിപ്പിച്ച് പിന്നെ ഇതാ ആൾ മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ തന്നെയാണ് പോയത്. അപ്പോൾ മഴ സമയമാണല്ലോ, അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മൾ പോയ സമയത്ത് എന്തോ ഭാഗ്യത്തിന് മഴയുണ്ടായിരുന്നില്ല. അപ്പോൾ അയ്യപ്പൻ്റെ ക്ഷേത്രമാണ്. രാവിലെ തന്നെ അമ്പലത്തിൽ പോകുമ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബാണ്. കുറച്ച് സമയം പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്നു. വിച്ചുക്കുട്ടനാണെങ്കിൽ ഒരു സ്ഥലത്തടങ്ങിയിരിക്കാത്തൊരു കുട്ടിയാണ്. ഏത് സമയം അവനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. വല്ല ഫോണെങ്ങനെ കൈ കൊടുത്താൽ പിന്നെയും അടങ്ങിയിരുന്നോളും, അല്ലാത്ത സമയത്തൊന്നും അടങ്ങിയിരിക്കില്ല. പിന്നെ അമ്പലക്കുളം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ മീനുണ്ട്. മീനിനെ കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാൻ നോക്കുവാണ്. എന്താ വെള്ളത്തിലത്തെ 2 മീൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ഇത് അമ്പലത്തിൽ കഴിപ്പിച്ച പായസമാണ്. പായസം ഇവന് ഭയങ്കര ഇഷ്ടമാണ്, എത്ര കൊടുത്താലും മതിയാവില്ല. അപ്പോൾ വിച്ചൂസിൻ്റെ ബർത്ത്ഡേ നമ്മൾ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നൈറ്റാണ് പരിപാടി. അപ്പോൾ രാത്രിത്തേക്കുള്ള വെജ് ബിരിയാണിയുടെ പ്രിപ്പറേഷൻ മസാലയാണിത്. പിന്നെ ഇത് പായസത്തിനുള്ള പാലാണ്. പായസം ഇല്ലാതെ എന്ത് ബർത്ത്ഡേ. അതേസമയം ഹാളിൽ ചെറുതായിട്ടൊന്ന് ബലൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ കുട്ടിയല്ലേ, സാറിലൊരു കേക്കെങ്കിലും മുറിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നാൽ കേക്ക് മാത്രം ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പറഞ്ഞ് ഭക്ഷണമായി, കേക്കായി, ഡെക്കറേഷനായി, ബലൂണായി, എല്ലാം കൊണ്ടും വലിയ രീതിയിലല്ല എന്നാലും ചെറിയ രീതിയിൽ ആഘോഷിച്ചു. എന്തായാലും അന്ന് വിച്ചുക്കുട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമുക്കതല്ലേ വേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ മാളൂട്ടിയാണ്, വിച്ചുവിൻ്റെ കസിൻ സിസ്റ്ററാണിത്. അങ്ങനെ വിച്ചുക്കുട്ടൻ്റെ കേക്ക് വന്നു. അതിന് സന്തോഷമാണ്. ഇനി കേക്ക് വന്നാൽ പിന്നെ അവനെ കാണണം. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അവൻ്റെ ഫേവറേറ്റ് കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ്. അവൻ്റെ എക്സ്പ്രഷൻ ഇത് കാണുമ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയാണ്. മാഷ ആൻഡ് ദ ബിയർ കണ്ടപ്പോൾ തന്നെ ഇനി അടുത്തത് ചെറുതായിട്ടൊരു ഫോട്ടോഷൂട്ട്. അവനെന്തായാലും ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കില്ല, വെറുതെ അടങ്ങി നിൽക്കില്ല. അതുകൊണ്ട് അവനെ മാത്രം കിട്ടുന്ന വിധത്തിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. പിന്നെ നമ്മൾ 3 ആൾ നിന്നിട്ടുള്ള ഒരു ചെറിയൊരു ഫോട്ടോ എടുക്കൽ. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ
വെച്ച മസാലയുടെ ലാസ്റ്റ് ലുക്ക് എടുക്കാൻ വേണ്ടി മറന്നുപോയി. അപ്പോൾ എല്ലാവരും കഴിക്കാൻ തുടങ്ങിയപ്പോൾ എടുത്തതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത്, ഫസ്റ്റ് വ്ളോഗല്ലേ എല്ലാം മറന്നുപോയി, എടുക്കേണ്ട കാര്യം മറന്നുപോയി. അപ്പോൾ ഇതാ പായസമുണ്ട്, പിന്നെ ചിക്കൻ ബിരിയാണി ആയിരുന്നു, പിന്നെ വെജ് ബിരിയാണിൻ്റെ മസാലയും. നമ്മുടെ ബിരിയാണി പുറത്തത്തെ ഡാൻസുകളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അകത്തായി. പിന്നെ ഇത് ബർത്ത്ഡേ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആണ്. അതായത് ബലൂണൊക്കെ അവിടെ നിന്ന് എല്ലാം പറിച്ചെടുത്തു, എല്ലാം പൊട്ടിക്കുകയാണ്. അച്ഛനും മക്കളും കൂടെ പൊട്ടിച്ചെടുക്കുകയാണ്. ഉച്ചക്കൊട്ടിന് ചെറിയൊരു പേടിയുണ്ട് പൊട്ടുന്ന കേൾക്കുമ്പോൾ സൗണ്ട്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ കഴിയാണ്. അപ്പോൾ ഇതുവരെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.